ഉംറത്തുക്ക് പോയിടാറ്, ഹജ്ജിക്ക് പോയിടാറ്. ഉംറത്തുക്ക് പോയെങ്കും ഹജ്ജിക്ക് പോയെങ്കും നിങ്ങൾ അമീറന്മാരോട്ട് ഒരു പലക്ക ചൊല്ലുകൊണ്ട് ഉസ്താദ് നന്റെ ഒന്നു ആ സ്വർഗത്തിൽ ചാൻസ് കിട്ടിയ ഒരു പക്കം ഉണ്ടല്ലേ, സ്വർഗത്തിൽ തെച്ച പോലെ അവിടെ ഒരു പക്കം ഉണ്ടല്ലേ, അവിടെ ഒന്ന് ദൈവമായിട്ട് നന്റെ അത് മാത്രം കിട്ടിയില്ലെങ്കിൽ അമീർമാർക്ക് പരടെ പറിച്ചൽ നോക്കണം. ഇത്ര ലക്ഷ ചെലവാക്കിയിട്ട് അവിടെ ഒരു ദൈക്കൊരു ചാൻസ് തന്നില്ലല്ലേ, നിങ്ങൾ അതാക്കി തന്നില്ലല്ലേ. യഥാർത്ഥത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബേജാറായിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ലോകത്തിൽ വെച്ചിട്ട് ഒരു സ്വർഗത്തെ തോട്ടം ഉണ്ടായെങ്കിൽ മാ ബൈന ഖബ്രി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. നന്റെ ഖബറിന്റെയും നന്റെ മിമ്പറുടെയും മധ്യത്തിലുള്ള ഒരു പക്കമുണ്ട്, അത് സ്വർഗത്തെ തോട്ടാണ് മുഹമ്മദ് മുസ്തഫ. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മനസ്സ് അത്ര പിടിച്ചില്ല. എന്തേ നിങ്ങൾ മനസ്സിലാക്കണു, ഞങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഞങ്ങളോട്ട് ഒരു പിരിസ കാട്ടി, യാ റസൂലല്ലാഹ് മദീനത്ത് പോകുള്ള എല്ലാവർക്കും കഴിവില്ലല്ലേ നബിയേ, മദീനത്ത് പോകുള്ള ചാൻസ് എല്ലാവരും കിട്ടില്ല നബിയെ, ആ പക്കത്ത് തേക്കും ഭാഗ്യവാന്മാർ മാത്രമേ ഉള്ളല്ല നബിയെ. അതുകൊണ്ട് യാ റസൂലല്ലാഹ് ബാക്കിന്ന ഒരുപാട് പാവപ്പെട്ട അങ്ങും ഒരു സ്വർഗത്തെ ഒരു ചാൻസ് വേണല്ലേ, സ്വർഗത്തെ ഒരു പക്ക വേണല്ലേ എന്ന് കേട്ടപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പളക്ക മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇൽമിലെ മജ്ലിസും സ്വർഗത്തെ തോട്ടായിട്ട് മദീനത്തെ ആ മുനവ്വറയിൽ പോയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ ഖബറിനെയും മിമ്പറിനെയും നടുൽ വെച്ചതുപോലെ വഅദ് കേൾക്കുക ആറ് പണ്ടാറ, ആ വഅദിലെ മജ്ലിസിൽ ദൈക്കിടാറ, അങ്ങ് സ്വർഗത്തെ മജ്ലിസിൽ വെച്ച പോലെ മുഹമ്മദ് മുസ്തഫ. അത് മാത്രമല്ല നല്ല മുഅ്മിനീങ്ങളെ, ഇൽമു കേൾക്കുക ബർമത്തു നല്ല നീയത്തോടുകൂടെ ഔത്തരെ ഓരോരു ചവിട്ടടി വെക്കുമ്പോ അവന്റെ ദോഷത്തെ പൊറുക്കും മുഹമ്മദ് മുസ്തഫ. അത് മാത്രമല്ല ആ വഅദ് കേൾക്കുക ബണ്ടങ്ങു ദുആരക്കട 6 പിടിയുണ്ടാ മലായിക്കത്ത് മാത്രല്ല ഉറുമ്പ് വരെ അത്തന്നമില അല്ലാഹുവിന്റെ റസൂൽ ജന്തു ഉറുമ്പ് വരെ ആ ഇൽമു കേൾക്കുബണ്ടങ്ങു ദുആരക്കട്. സുബ്ഹാനല്ലാഹ്, എന്തൊരു ചാൻസ് കാരണം. മീന് വരെ അത്തൽ ഹൈതാൻ, മീനും ദ്വാരക്കിട് ഉറുമ്പും ദ്വാരക്കിട്, കടലുള്ള മീന് പൊലലുള്ള മീന് ദ്വാരക്കിട്. ആറുക ഇൽമു കേൾക്കോ ബണ്ടങ്ങു മാത്രല്ല മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമു കേൾക്കുക വേണ്ടി ഒരു തെരുളു ആരെങ്കിലും പോയെങ്കിൽ, ഇൽമുക്ക് വേണ്ടി സഹായിച്ചെങ്കിൽ, ഇൽമു പഠിക്കുകയും പഠിപ്പാട്ടവും ഒരാൾ സഹായിച്ചെങ്കിൽ, ഇൽമു കേൾക്കുക വേണ്ടി ഒരു തെരുളു പോയെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ചന്തു സഹലല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. സ്വർഗ്ഗത്ത് പോണ്ട തെരു അവനുകു സുലഭാവുടു, സ്വർഗത്ത് പോണ്ട തെരുവാണു സുലഭാവുడు. ആറുക ഇൽമു കേൾക്കുക ബണ്ടങ്ങ, ഇൽമുക്ക് സഹായിക്കിടങ്ങ, മദ്രസത്തുക്ക് സഹായിക്കിടങ്ങ, ഇൽമു പഠിക്കണ മക്കൾക്ക് സഹായിക്കിടങ്ങ. അത് പെൻസിൽ കൊടുത്തിട്ടായെങ്കിലും സമാ അവനുക്ക് അല്ലാഹു സ്വർഗത്തെ തെരു എളുപ്പമാക്കിടാണ്ട് മുഹമ്മദ് മുസ്തഫ. जोर से बोलना मोहम्मद मुस्तफ़ा, प्यार से बोलना मोहम्मद मुस्तफ़ा, इश्क में बोलना मोहम्मद मुस्तफ़ा. നന്റെ മുഅ്മിനീങ്ങ മനസ്സിലാക്കണു, ഈ ഒരു ചാൻസ് എപ്പോഴും നമുക്ക് കിട്ടില്ല. ഇൽമു കേൾക്കുള്ള ചാൻസ് ആ സ്വർഗത്തെ മജ്ലിസിൽ വെച്ചിട്ട് ഇൽമു കേൾക്കടങ്ങനത്തെ ചാൻസ് കിട്ടി പോയതിനെ ഭാഗ്യക്കാർ മാത്രല്ല, ആ ഇൽമല്ല കേട്ടൽ പിന്നെ ഒരു ദുആ ഉണ്ട്, ആ ദുആത്ത് ഉത്തരവുണ്ടോ.
വഅദ് കേട്ടിട്ടായാൽ പിന്നെ ഒരു ദുആ ഉണ്ടല്ലേ ഈ മജ്ലിസിൽ വെച്ച് സദഖ കൊടുത്തിട്ടു ധർമ്മം കൊടുത്തിട്ടു സഹായാക്കിയിട്ട് ആ റബ്ബിനോട് ദുആ ഇറക്കുമ്പോ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആയിട്ട് കിടയപ്പോ ഞങ്ങൾ 5 വക്തിലും ദുആരക്കട റബ്ബനാ നന്റെ റബ്ബേ തഖബ്ബൽ മിന്നാ നന്റെ വക്കന്ന് സ്വീകരിക്കണോ അല്ലാഹ് നീ കേക്കടവണോ നീ വിജ്ഞാനമുള്ളവനോ അറിയണവനോ ഇൽമുള്ളവനല്ല അല്ലാഹ് അതുകൊണ്ട് ഈ പാവപ്പെട്ട നിങ്ങളെ ദുആ നീ സ്വീകരിക്കണോ അല്ലാഹ് ഈ ദുആ എപ്പ ദുആർന്നിലെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിടിയുണ്ടാ കഅബത്തെ സ്വറാക്കുമ്പോ കഅബത്തെ സ്വറാക്കണ സമയത്ത് കഅബത്തെ മേസ്ത്രി ആര് വന്നുണ്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആയിട്ട് കിട് ഞങ്ങൾക്ക് പള്ളിയിൽ അടിക്കരുത് ഭാര്യ മാറ്റി ഞാൻ പ്രസിഡന്റ് അല്ല വഴി അങ്ങനെ മാറ്റി വിളിക്കേ പോവാം ನಾನು ಸೆಕ್ರೆಟರಿ ಅಲ್ಲವೋ ನಾನು അങ്ങനെ മാറ്റി പിരിക്കല് അള്ളാന്റെ പള്ളിയിലെ ഒരു കാട്ട കണ്ടെങ്കിൽ എടുത്തെങ്കിൽ അവനക്ക് എത്ര പ്രതിഫലം അത് പ്രസിഡന്റ് ആയെങ്കിലും സെക്രട്ടറി ആയെങ്കിലും ഖത്തീബായെങ്കിലും മുദരിസായെങ്കിലും ആരായെങ്കിലും മുഅ്മിനായ മനുഷ്യ അള്ളാന്റെ പള്ളിക്ക് എന്തെങ്കിലും ഒരു കല്ല് വയ്ക്കിടതാ ആ അള്ളാന്റെ പള്ളിയിൽ സ്വറാക്കിടതാ അതിരത്തമുള്ള സ്ഥാനം വേറെ ഇല്ല ഖലീലുല്ലാഹി ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാ കഅബത്തെ കെട്ടുമ്പത്തുകോ അതിലെ എൽപ്പർ ആറേണ്ട കൊന്തുണ്ട സയ്യിദുനാ സബിയുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഓരോരോ കല്ല് കൊടുക്കൊടു ഇബ്രാഹിം നബി അലൈഹിസ്സലാം കെട്ട് സുബ്ഹാനല്ലാഹ് കല്ലിങ്ങനെ കഅബത്തെ കെട്ട് അണ്ട് ലിഫ്റ്റ് ഇല്ല അണ്ട് ഏണിയില്ല അതാ ഒരു കല്ലുണ്ടു സുബ്ഹാനല്ലാഹ് ഇന്നും വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ ഇന്നും ഉംറത്ത് പോയങ്ങ ഹജ്ജിക്ക് പോയങ്ങ തവാഫ് കഴിഞ്ഞാൽ പിന്നെ അതാ അവിടത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമിന്റെ പിറവത്തെ ജനറക്കത്ത് നിസ്കരിക്കുറോൻ ഖുർആൻ ചൊല്ലു ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഖാം അവിടെ ഇല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടിയ ഒരു കല്ലുണ്ടോ ആ കല്ല് എത്ര വേണ അത്ര ഉയരട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുഅ്ജിസത്ത് കൊണ്ട് അതാ ഉയരട് എത്ര വേണു അത്ര ഉയർന്നോണ്ട് മേൽമേൽ പോണ്ടു ആ കല്ലുടെ പവർ അതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലിന്റെ അടിയുടെ പവർ അതിലുണ്ടോ ചെറുപ്പടിക്കാലിന്റെ അടയാളം ഉണ്ടോ അതിക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചെറുപ്പടികാലുള്ള ആ പക്കത്ത് നിങ്ങ 2 റക്അത്ത് നമാസ് പढ़ो 2 റക്അത്ത് നമാസ് പढ़ो അവിടെ നിസ്കരിക്കലില്ലേ ഹജ്ജ് പോയങ്ങളുടെ കഴിവത്തോട് കൂടെയുള്ള അവിടെ ആരുമില്ലേ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ കഅബത്തുക്ക് പോകും കഅബത്തെ അവിടെ തവാഫ് ചെയ്യും ഹജറുൽ അസ്വദ് മുത്തകും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഖാമിന്റെ പിറവത്തെ 2 റക്അത്ത് നിസ്കരിക്കും ഞങ്ങൾക്കും ഞങ്ങളെ പെണ്ണിങ്ങൾക്കും അള്ളാഹു അതുക്കുള്ള തെറു അള്ളാഹു കാട്ടിത്തരട്ട് അതുക്കുള്ള സമ്പത്ത് അല്ലാഹു നൽകട്ടെ അതുക്കുള്ള ആഫിയത്ത് അല്ലാഹു നൽകുമാറാകട്ടെ ഹജ്ജ് പോണ്ടെങ്കിൽ ഉംറത്ത് പോണ്ടെങ്കിൽ സബീലാട്ട് ചൊല്ലി തടിയിലും വഴിയിലും ആഫിയത്തും വേണോ ഹദീസിലും ഖുർആനിലും പറഞ്ഞങ്ങനെ നീണ്ട് വാഹനത്തിൽ പോണ്ടെങ്കിൽ ഉള്ളാറ് ഹജ്ജിക്ക് നടന്നിട്ട് പോണ്ടെങ്കിൽ ഉള്ളാറ് നടന്നിട്ടും ഹജ്ജിക്ക് പോകാം പക്ഷെ മോനെ ശിഹാബേ നടക്കണ്ട ബാ അങ്ങനെ വിളിച്ചോർത്തോള അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ നീ പോണ്ട മോനെ ബുദ്ധിമുട്ടായി പോകും അല്ലേ അതുകൊണ്ട് തന്റെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം നാ ചൊന്നുവേണ്ടത് വിഷയ ഗൗരവത്തോട് നിങ്ങൾ മനസ്സിലാക്കണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടത്തെ കഅബത്തെ ഓരോരോ കല്ല് വയ്ക്കുമ്പോൾ ദുആർന്ന ദുആ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം
അത് ആമീൻ ചൊന്ന ആറ് സയ്യിദുനാ സബീഹുല്ലാഹ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമായിട്ട് ആമീൻ ചെന്നത്. ആ ദുആ ഞങ്ങളെ മനസ്സിലെപ്പോഴും വേണം. എന്തെങ്കിലും ഒരു സദഖ കൊടുക്കുമ്പോ ഞങ്ങളെ പള്ളിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, ഒരു 20 ലക്ഷം വേണു, 50 ലക്ഷം വേണു ഉണ്ടായെങ്കില് നിങ്ങളെ മനസ്സിൽ ഒരു നല്ലൊരു നിയ്യത്ത്, റബ്ബേ റബ്ബനാ തഖബ്ബൽ മിന്നാ, നാളിതാ 50,000 കൊടുക്കൂടെ, അല്ലെങ്കിൽ 1 ലക്ഷം കൊടുക്കൂടെ, ഒരു 10,000 കൊടുക്കൂടെ, ഒരു 20,000 കൊടുക്കൂടെ. ആ നിയ്യത്ത് വെക്കുമ്പോ ഉമ്മമാരും പെങ്ങന്മാരും ചൊല്ലണം, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എന്തൊരു ദുആ, അർത്ഥവത്തായ ദുആ ഇത്. ആ ഒരു ചെറിയ ദുആ നമുക്ക് മയ്യാവ് വേറെ വേണ്ടില്ല, ഒരുപാട് ദുആരക്കുന്നുണ്ടില്ല. ആ ഒരു ചെറിയ ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എന്തൊരു അർത്ഥമുള്ള ദുആ. കാന അക്സറു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാറ ദുആ, ഈ ദുആ എന്തിയ ദുആ, റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന وفي الآخرة حسنة وقنا عذاب النار. അതിന്റെ അർത്ഥം എല്ലാവർക്കും ഉണ്ട്. എന്തിന്റെ അർത്ഥ, റബ്ബനാ നന്റെ അല്ലാഹ്, ആതിനാ നമുക്ക് നീ തരണു അല്ലാഹ്, ഫിദ്ദുന്യാ ഈ ലോകത്ത്, ഈ ദുനിയാവിൽ, ഹസന നല്ലൊരു പെഞ്ഞായിനെ തരണു റബ്ബേ. അതല്ല മുഖ്യമായിട്ട് വേണ്ട, അതല്ല നല്ല സാലിഹായ ഒരു പെഞ്ഞായി, സാലിഹായ നല്ലൊരു അവ, സാലിഹായ നല്ലൊരു വാഹന, സാലിഹായ ഒരു കച്ചവട, സാലിഹായ ഒരു ബിസിനസ്, എല്ലാത്തിൽ പെട്ടു. ആ ദ്വാരക്കുമ്പോ ഹജ്ജിക്ക് പോകണവണോ ഉംറത്ത് പോകണവണോ വേറെ ദുആ പിടിയില്ലേ. ആ ദുആ നെമയാവും. ഏത് തവാഫ് ചെയ്യുമ്പോഴത്തേക്കും ഏത് സന്ദർഭത്തിലും ആ ദുആ, റബ്ബനാ मेरा अल्लाह मेरे को दे दो दुनिया में अच्छा एक औरत दे दो, एक घर दे दो, एक वाहना कार दे दो, നല്ലൊരു വണ്ടി. ഒരു മനുഷ്യന്റെ വിജയം അതായിട്ടിക്കിട്. മക്കളെ चुप बैठना, बात नहीं करना, मुंडा दे करो, मनपांदे कुल्ली. എന്റെ മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ദുനിയാവിൽ വേണ്ടത് ഒരു 3 കാര്യമാണ്. ഒരു വിജയിക്കലുണ്ടായെങ്കിൽ, ഒരു മനുഷ്യ വിജയിക്കലുണ്ടായെങ്കിൽ ഒരു 3 കാര്യം അല്ലാഹു തന്നെങ്കിൽ അതിൽ വിജയ ഗ്യാരണ്ടി. ഏത് ചമ്മ മനസ്സിലാക്കണം. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരുപാട് സൂപ്പർ മാർക്കറ്റ് ഞങ്ങൾക്കുണ്ട്, ഒരുപാട് ബോട്ടുണ്ട്, ഒരുപാട് ധോണിയുണ്ട്, ഒരുപാട് മീൻ പിടിക്കും ബലമുണ്ട്. എല്ലാം അല്ലാഹു തന്ന അല്ലാഹു അതിലെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു കടലിൽ ആ തന്റെ മുത്ത്, അത് വലിയൊരു മുത്തായിട്ട് അല്ലാഹു ഇനിയും നമുക്ക് ഏറെ നൽകുമാറാകട്ടെ. കടലിൽ ജീവിക്കുന്ന കടലുമായി ബന്ധപ്പെട്ട കടലിലെ മുറ്റമേ ഉള്ളതായിട്ട് ഞങ്ങ ആ കടലിൽ ചെല്ലത് ഞങ്ങൾക്ക് ഒരു മുത്ത് തന്റെ കടലായിട്ട്. അവിടെ കളിക്കൊള്ള ജാഗയല്ല, ഡാൻസ് ആക്കുള്ള ജാഗയല്ല, ഫോട്ടോ എടുക്കുള്ള ജാഗയല്ല. അവിടെ പോയിട്ട് കടലിൽ നല്ല നല്ല ജാവുല് പോയിട്ട് ഒരു യാസീൻ ഓതിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ സലാത്ത് ചെന്നിട്ടു. യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ, ബോലോ യാ ഹന്നാൻ യാ ദയ്യാൻ യാ സുബ്ഹാൻ. ആ കടലിലെ ഓരോ മോസടിക്കുമ്പോ ചൊല്ല ദിക്റ് സുബ്ഹാനല്ലാഹ് ഞങ്ങൾക്ക് പിടിയാവില്ല. കടല് അതാ ദിക്റ് ചൊല്ലട്. ആ കടലിലെ മുട്ട പോയിട്ട് ചട്ടിയിട്ടിട്ടും ഇടാട്ടും ഫോട്ടോ എടുത്തിട്ടും തമാശ കളിക്കണ അങ്ങനത്തെ വിഭാഗമുള്ള അല്ലാഹു കാക്കട്ട്. കടൽ തമാശ കളിക്കണ വെക്കല്ല, അവിടെ സെൽഫ് എടുക്കണ വെക്കല്ല, അവിടെ യാസീൻ ഓതിട്ട് ഖുർആൻ ഓതിട്ട് റബ്ബിട്ട് ദുആരക്കണ വെക്ക. എന്തേണ്ട് കൊണ്ടുണ്ട കടൽ അല്ലാഹു നമുക്ക് ഒരുപാട് മുത്തു തണ്ട്, ബംഗാറ് തണ്ട്. നല്ല അഞ്ചല്, നല്ല മാഞ്ചി. ഞങ്ങളുടെ ചോറ് ഉണ്ണോ പോയ
അബൂ സാലിഹ് ഔത്ത് പോയിട്ട് അൽഹംദുലില്ലാഹ് നല്ല മാഞ്ചി പൊരിച്ചത് നല്ല കാണാ സുബ്ഹാനല്ലാഹ് നല്ല തണുത്ത് അൽഹംദുലില്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ അതെല്ലാം കടൽ മീന്തിയോണ്ട് തസ്ബീഹ് ചൊന്നുകൊണ്ടിന്ത് അഞ്ചൽ നല്ല തസ്ബീഹ് ചൊന്നുകൊണ്ടിന്ത് കാണ തസ്ബീഹ് ചൊന്നുകൊണ്ടിന്ത് എന്തെല്ലാം ആ മീൻ മുഴുവനും തസ്ബീഹ് അയില മത്തി എന്തെല്ലാം ഉണ്ട് അതെല്ലാം തസ്ബീഹ് ചൊല്ലതായിട്ട് കാണണം ഞങ്ങൾ പിടിയാവില്ല ആ തസ്ബീഹ് ചൊഞ്ഞ മീൻ്റെ കൊടന്നിട്ട് ഞങ്ങൾ തവ ഫ്രൈ ആ ഫ്രൈ ചെന്നാക്കിയിട്ട് സുബ്ഹാനല്ലാഹ് ഞങ്ങളെ വായിൽ വയ്ക്കുമ്പോ ബിസ്മി പോലും ചെല്ലാത്ത വിഭാഗം എത്ര ഉണ്ടു ദിക്ർ ചൊല്ല ആ മാഞ്ചിരയും ആ മത്തിരയും ആ അയിലടിയും കരച്ചിട്ട് പൊരിച്ചിട്ട് തിന്നുമ്പോ മോനെ റബ്ബ് നക്ക് കടലിലെ തന്നതായ മീനല്ലേ അൽഹംദുലില്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊന്നിട്ട് നീ തിന്നേണ്ടെങ്കിൽ മോനെ നിന്റെ ഔത്തുൽ അല്ലാഹു ബർക്കത്ത് തണ്ട മീനുൽ അല്ലാഹു ബർക്കത്ത് തണ്ട നിന്റെ ഭയത്തിക്ക് അത് കടക്കുമ്പോൾ മറന്നാ വിടൂ നിന്റെ ഏത് സീക്കും അല്ലാഹു ശിഫയാക്കി തണ്ട ഇതൊന്നുമില്ല തിന്നല്ല ബിസ്മി നെനപ്പില്ല ഹംദു നെനപ്പില്ല ഈ തവ ഫ്രൈ കാണുമ്പോഴല്ലേ ഞങ്ങളെ ബയറപ്പയും ഫ്രൈ ആവൂലേ അത് തിന്നിട്ട് കൊറിയ നേരാകുമ്പത്തേക്ക് തുടങ്ങിട്ട് പോണു ജുലാബു എന്തേ കാരണ ബിസ്മി ചൊല്ലാണ്ട് തിന്നു പോയ മോനെ നീന് അള്ളാനെ മറന്നുപോയേ ആ നല്ല മീൻ റബ്ബ് കടലിൽ തരുമ്പോ ആ കടലിൽ തമാശ കളിച്ച ആ കടലിൽ വേണ്ടാത്തത് കളിച്ചിട്ട് സുബ്ഹാനല്ലാഹ് പടച്ചറബ് പൊറുക്കാത്ത പലതും ചെയ്തിട്ട് ആ കടലിറക്കൽ തങ്ങ വന്നു പോയെങ്കിൽ റബ്ബ് പൊരുത്തപ്പെടല മുഅ്മിനീങ്ങളെ കടല് വലിയ ബഹുമാനമുള്ളതായിട്ട് പോലെയാവട്ടത് ബഹുമാനമുള്ളതായിട്ടത് കൊണ്ടല്ലേ മഹാനായ കലീമുല്ലാഹി മൂസ അള്ളാഹുവിനൊട്ട് പലക്ക പറഞ്ഞാൽ കലീമു ചെന്നി ടൈറ്റിൽ ഉണ്ട്. ഇപ്പോൾ ഉലമാക്കൾക്കുള്ള ടൈറ്റിൽ ഉണ്ട്. സുൽത്താൻ ഉലമ അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, സുൽത്താൻ ഉലമക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. എത്രയോ പള്ളിയും മദ്രസയും കെട്ടിയ മഹാൻ, എത്രയോ യതീമുകളെ സംരക്ഷണാക്കടങ്ങനത്തെ മഹാനായ സുൽത്താൻ ഉലമ എന്തേ ആയുസ് യാരാക്കൊക്കെ ദ്വാരക്കണു ഒരാൾക്കുള്ള ഇതല്ല, ലോകത്തിലെ ഒരു നന്മയുള്ള ഒരു വ്യക്തിയായിട്ട് അതുകൊണ്ട് ഞങ്ങൾ ദ്വാരക്കണു. ജിഫ്രീ തങ്ങൾക്കും അല്ലാഹു ആയുസ് നൽകുമാറാകട്ടെ. സർവ്വ രണ്ട് സമസ്തരെ പണ്ഡിതന്മാർക്ക് അല്ലാഹു ആയുസ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ദർജ അല്ലാഹു ഉയർത്തുമാറാകട്ടെ. സുൽത്താൻ നമുക്ക് ദ്വാരക്കണു മുഅ്മിനീങ്ങളെ. എന്തേ എത്രയോ ആയിരക്കണക്കിലുള്ള പള്ളി, ആയിരക്കണക്കിലുള്ള മദ്രസ സ്വന്തം പ്രവർത്തനത്തിൽ ഇതാ കേരളത്തും കർണാടകത്തുമായി തന്ന മഹാൻ അല്ലാഹുവേ, അല്പ രോഗമുണ്ട് അല്ലാഹു പെട്ടെന്ന് അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. സിഹ്റാണുങ്ങളുടെ ബാധ്യയാക്കി കൊടുക്കട്ടെ. ഇണ്ടിപ്പോ സിഹ്റാക്കണത് ഒരു ഭാരി സുലഭത്തെ വിഷയ. സിഹ്റാക്കണ നോമ്പിയാഴ്ച മുമ്പ് ജയിച്ചു പോയാണ്. സിഹിർ ആക്കടെ വേണു, ഐക്ക് സ്വറാക്കടെ വേണു, ಅದಕ್ಕೆ ಹೆಲ್ಪ್ ಆಕಡೆ വേണു. കാഫിർ അവൻ മുസ്ലിം അല്ല, ഓ മുസൽമാൻ നഹീ ഹേ. ആ സ്വറാക്കടാർ അവൻ മുസ്ലിം അല്ല, അവൻ ಬೇರೆയല്ല, അവൻ ഇസ്ലാമിന്റെ പുറത്ത്. സിഹിർക്ക് പ്രവർത്തനാക്കണ വേണു, സിഹിർ ആക്കടെ വേണു, ഐക്ക് സഹായിക്കടെ വേണു. സുബ്ഹാനല്ലാഹ്, അസൂയാക്കടെ വേണു. അവന്റെ ബിൽഡിംഗ് കാണുമ്പോ തോന്നുക അസൂയ, ഇതിലെങ്ങനെ അവർക്ക് തകർക്കണേ ബാവാ. അവന്റെ ബോട്ട് നല്ല മീന് കിട്ടുമ്പോ എന്നിങ്ങനെ അവർക്ക് അവൻ സ്വിച്ച് വെക്കണേ, ഇങ്ങനെ ആലോചന ആക്കില്ലേ. അതേ തപ്പു, അത് ഇസ്ലാമിന് വിരുദ്ധ, ഒരിക്കലും പാടില്ല. അല്ലാഹുവിന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സിഹ്റാക്കിലാറ്. ലബീദ് ഇബ്നുൽ അസ്മ ചെന്ന ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂൽ സിഹ്റാക്കിയിട്ട് കിണറ്റിൽ കൊന്നിട്ട. ആ കിണറ്റിലെ ഉൾഗത്തെ എടുത്തതാറ് മഹാനായ മലക്ക് ജിബ്രീൽ. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടത് എടുത്തു കൊടുക്കും. നബിയേ, നിങ്ങൾക്ക് ഇന്നാലിന്ന വ്യക്തി സിഹ്റാക്കിയത്, അതുകൊണ്ട് നിങ്ങളെ സിഹ്ർ ബാത്തിലാക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം പണ്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ രണ്ട് സൂറത്ത് ചെന്ന് കൊടുക്കുള്ളൂ. രണ്ട് സൂറത്ത് വഴിപാട്ടി കൊടുക്കുള്ളൂ. ആ സൂറത്ത് കാരണമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സിഹ്ർ ബാത്തിലാവുള്ളൂ.
അതേ റസൂലുള്ള ഞങ്ങൾ പഠിപ്പാട്ട് മക്കളെ, നിങ്ങളെ ശരീരത്തെ സിഹിറ് പോകൂ, നിങ്ങളെ ശരീരത്തുള്ള കണ്ണേര് പോകൂ, ജാവുക ഉറങ്ങു കിടക്കുമോ പോകുമ്പോ നല്ല കറുളോണ ബെഡില് നല്ല ഉന്നത്തേക്ക് കിടക്കയിൽ കിടക്കോ പോകുമ്പോ മക്കളെ അല്ലാഹനെ മറക്കണ്ട. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. അത് ഓതിട്ട് കയ്യിൽ ഊതിട്ട് തടിക്കല്ലൊന്ന് പൂഞ്ഞിട്ട് ഉറങ്ങു മോനെ. നിക്ക് സിഹിറില്ല, നിക്ക് മരണമില്ല, നിക്ക് കണ്ണേരില്ല. 6 ജന്തു തങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് ചെല്ലാത്തങ്ങ ഓതാത്തങ്ങ ഇന്ത്യ തുടങ്ങണം. ഒരു വാഴ് കേട്ടെങ്കിൽ അതിന്റെ ഉപകാരം അങ്ങ് എടുത്തോളണം. അല്ലാമാർ വാഴ് കേട്ട് അപ്പുറത്തെ കേട്ടോട് പോകുമ്പോ എന്തെങ്കിലും ഒരു അഭിപ്രായം ചെന്ന് പോണ്ടല്ല. ഇതെന്ത് വേണോ? വാഴ് ശൈലിയിൽ ചൊല്ലട്ട്, ശൈലി ഇല്ലാണ്ട് ചൊല്ലട്ട്, രസത്തിൽ ചൊല്ലട്ട്, രസം ഇല്ലാണ്ട് ചൊല്ലട്ട്. ഞങ്ങളെ ഖത്തീബ് ഉസ്താദ് 10-15 വർഷമായിത്തൂടെ ആ മൂപ്പർ ചെന്ന് വാഴ് എത്ര ഉണ്ട് അത് വയ്യാവുന്ന നോക്കൂ. ദിമാഗ് വാലേക്കു ഇഷാറത്ത് കാഫി ഹേ നൈത്തു പൊട്ടു കാപ്പി എന്ന് പണ്ടെടുത്ത ചെന്നവള. സമझने वाले को इशारत काफी है, ना समझने वाले को कितना बोलो फायदा नहीं है. വലു അൽഫ ഇട്ട് നായിന്റെ വാലിനെ കൊയലിന്റെ പൊത്തിൽ കൂടി ലായത്തഖവമു. നായുടെ ബില 1000 വർഷം വാട്ടിലിട്ടെങ്കും അത് എടുക്കുമ്പോ പണ്ടത്തെ പോലെ അതുപോലെ ആവുക തീർന്നങ്ങ. ആലോചനാക്കണോ, ചിന്തിക്കണോ, മണിക്കണോ, പഠിക്കണോ. ഈ 2 സൂറത്ത് ഉമ്മമാരെ വലിയ ഫായിദ ഉള്ള സൂറത്തായിട്ട് ഈ 2 സൂറത്തിലെ 6 പതിവാക്കിടാറാ. അവന്റെ തടിക്ക് സിഹിറ് പലിക്കല്, കണ്ണേര് പലിക്കല് 6 ചൊന്നത് നിങ്ങളെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ചൊല്ലോ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്താണ്ട് നാ ചൊന്നു വേണ്ടത്. നന്റെ മോമിനീങ്ങളെ, ഞങ്ങളെ ശരീരത്തിലുള്ള സിഹിറും ഞങ്ങളെ ആഫത്തും ഞങ്ങളെ മുസീബത്തും ഞങ്ങളെ ബേജാറും എല്ലാം ഇല്ലാണ്ടാക്കുകയായിട്ട് ഈ റാത്തീബ് എടുക്കണേ. വെറുതെ അല്ല. ഈ റാത്തീബ് വർഷത്തിൽ ഒരുക്ക പള്ളിയിൽ മാത്രം എടുത്തെങ്കിൽ വയ്യാവല്ലേ. പള്ളിയിൽ മാത്രം ഒരു 50 കിലോ 50 ക്വിൻ്റലോ 5 ക്വിൻ്റലോ 10 ക്വിൻ്റലോ ഇറച്ചിയാക്കി കാളി ഒരു കൊല്ലി റാത്തീബ് എടുത്തെങ്കിൽ വയ്യാവല്ലേ. ഞങ്ങളെ പള്ളിയിൽ മദ്രസകളിൽ അതുപോലെ ഔത്തുലു അങ്ങാടികളിൽ പോലും ഈ റാത്തീബ് എടുക്കണം. കാരണം റാത്തീബിക്ക് വലിയ പവറുണ്ട്. ഓരോ ദിക്ർക്ക് വലിയ പവറുണ്ട് മോനെ. നിക്ക് സമാധാനം ഇല്ല, നിക്ക് ശാന്തി ഇല്ല, എവിടെ പോയെങ്കും പച്ചവില്ല, ഔത്തു പോയെങ്കും സമാധാനം ഇല്ല എങ്കിൽ മോനെ ഖുർആൻ ചൊന്തുണ്ട് അലാ ബിദിക്രില്ലാഹ്. അറിയണം അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ് സമാധാനം. സമാധാനം വേണം നിങ്ങൾക്ക്. കേരം ബോർഡ് കളിച്ചിങ്ങാവലെ, ലൂഡ കളിച്ചിങ്ങാവലെ, ക്രിക്കറ്റ് കളിച്ചിങ്ങാവലെ, വോളിബോൾ കളിച്ചിങ്ങാവലെ, പിന്നെ എന്തിന വേണു? വോളിബോൾ കളിക്കുന്നതും ക്രിക്കറ്റ് കളിക്കുന്നതും വ്യായാമത്തിന് വേണ്ടിയിട്ടായിട്ടിരിക്കണോ, ആഫിയത്ത് വേണ്ടിയിട്ടായിട്ടിരിക്കണം. അല്ലാണ്ട് പൈസക്ക് വേണ്ടിയിട്ടല്ല, പന്തത്തിന് വേണ്ടിയിട്ടല്ല, പന്തത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ നേരം പോക്കാക്കോ, ലൂഡ കളിക്കോ തീറ. കേരം ബോർഡ് കളിക്ക് അതിൽ വ്യായാമം ഇല്ല. ലൂഡ കളിച്ച് വ്യായാമം കിട്ടാ. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കേരം ബോർഡ് കളിച്ചതിന്റെ വിരലിന്റെ ഉಗುರು പോണ്ടല്ലാണ്ട് വേറെ എന്തെങ്കിലും വ്യായാമം കിട്ടാ ഇല്ല. അപ്പൊ എന്ത് വേണോ? ക്രിക്കറ്റ് കളിക്കണോ. എന്തിക്ക് ആഫിയത്ത് തരണോട്ടോ നല്ല നീയത്തിൽ. വോളിബോൾ കളിക്കണോ ആഫിയത്തിന് വേണ്ടി. ഓട്ട മത്സരാക്കണോ, ഓടണോ. അതല്ല നീന്താൻ പഠിക്കണോ. ഇതെല്ലാം നല്ല വ്യായാമമായിട്ട്. അല്ലാണ്ട് ജിമ്മ് പോയിട്ട് ചട്ടിയിട്ടിട്ട് പറമ്പുട ചട്ടിയിട്ടിട്ട് എന്തിനല്ല. അത് യോഗാഭ്യാസ, അത് ദുരഭ്യാസ. ആ അഭ്യാസ പാടില്ല. വ്യായാമാക്കുമ്പോ ബർമുട ചട്ടിയിട്ടിട്ട് ജിമ്മ് ശാലയ്ക്ക് പോയിട്ട് നോക്കുള്ള തന്റെ പട്ട, സൽമാൻ ഖാന്റെ പട്ട, വേറെ പട്ട കിട്ടില്ല. ഞങ്ങൾ ഉസ്താദിന്റെ പട്ട ചെന്ന് ബർക്കത്ത് കിട്ടിയത്, ഞങ്ങൾ ആചാര പട്ട ചെന്ന് ഒരു ബർക്കത്തെ കിട്ടിയത്.
ഇതൊരു സിനിമ നടന്റെ പട്ടയാക്കിട്ടോ ചൊല്ലേ നോക്കുള്ള റെട്ടതിന്റെ പട്ട മോനെ ഒരു നെരമ്പ് പൊട്ടെങ്കിൽ ഒറ്റയാവുക പട്ടയ്ക്ക് വിലയില്ല ഒറിജിനൽ പട്ടനിക്ക് വേണ ഞങ്ങളെ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഖദ്ദസല്ലാഹു സിർറൽ അസീസ് മഹാൻ ചെയ്ത വ്യായാമം എന്തിനെ ഗൊന്തുണ്ടാ സുബ്ഹാനല്ലാഹ് അല്ലാഹു ഹാദിരി അല്ലാഹു നാദിരി അല്ലാഹു ഷാഹിദി അല്ലാഹു മഈ ഹാ ഹൂ ഹീ ഹയ്യുൻ എന്തിരെ ബാവത് കരാട്ടേമാ അല്ലാ അതിന് അർത്ഥം നിരകൊണ്ടുന്ന ഹാ അറിയണം ഹീ പറയണം ഹൂ അല്ലാഹു ഉസ്താദ് ചെന്നില്ലേ അതൊരു കോഡ് ആ കോഡ് നിങ്ങൾ അതിന്റെ അർത്ഥം നിങ്ങൾ ഒന്നില്ല മഹാന്മാർ ഇല്ല ലമൗജൂദു ഇല്ലല്ലാഹ് റിഫായി റാത്തീബ് സാദുലി റാത്തീബ് ഉണ്ട് റാത്തീബ് ഉണ്ട് എന്ന് സേങ്കടല്ലത് അത് സാദുലി റാത്തീബ് ശ്വാസത്തിൽ ചില ദിക്ർ പഠിക്കണം ഞങ്ങളെ ശ്വാസ ദിക്റാവണു ഞങ്ങൾ ബായി പുട്ട ദിക്റാവണു മനുഷ്യനായിട്ട് ജീവിക്കുമ്പോ മുസ്ലിമായിട്ട് ജീവിക്കുമ്പോ ഞങ്ങളെ മൂക്കുൽ പുട്ടതാവട്ടെ ബായിൽ പുട്ടതാവട്ടെ അത് ദിക്റാവണു അത് അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കാവണു അല്ലമാർ അനാവശ്യമായ ഒരു ഹാബിടലോ ഹൂബിടലോ ഹീബിടലോ പാടില്ല അതുകൊണ്ട് മഹാന്മാർ തർത്തീബാക്കിയിറങ്ങാം സാദുൽ ഇമാം ആ വകുപ്പയിൽ തർത്തീബാക്കി മുഹ്യിദ്ദീൻ ശൈഖ് ആ മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് ഹാ ഹൂ ഹീ ഹയ്യുൻ സുബൈ നിസ്കരിച്ചിട്ട് മോനെ ചെറുപ്പക്കാരാ ഏ ബാലക്കാരാ ഏ ഉമ്മമാരെ സുബൈ കെഞ്ചിട്ട് ഷൂ ഇട്ടോണ്ടു നല്ല ടൈറ്റ് വിട്ട് കോട്ട് ഇട്ടോണ്ടു സുബ്ഹാനല്ലാഹ് കടലിലെ കരയില റോഡിലെ ഫോണിന്റെ ഓർഡർ കണ്ട് നിങ്ങളെ പെണ്ണിങ്ങ എവിടെ കിടിയുമ്മ BP ആറായിട്ട് ഉസ്താദ് നിക്ക് BP ആറാവണ്ടിക്കുവാ സുബൈ കെഞ്ചിട്ട് അന്യപുരുഷന്മാരെ നടുലു നിന്റെ ബോഡിയുള്ള കാറ്റുണ്ട് നിന്റെ ഷൂ ഇട്ടോണ്ട് സുബ്ഹാനല്ലാഹ് ഓടിയെങ്കില് എനിക്ക് BP ഏറല്ലാണ്ട് കുറടിയാവല ആ ഓട്ടം കൊണ്ടു നിന്റെ BP കുറടിയാവണ മോളെ ഏ ആചാര നിങ്ങളെ BP കുറയണ ഏ ചെറുപ്പക്കാരാ നിന്റെ BP കുറയണ നിക്ക് നല്ല പട്ട വേണ നല്ല ഈമാനുള്ള റെട്ട വേണ ആ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പതിവാക്കിയ റാത്തീബുണ്ടല്ലേ അതൊന്ന് സുബൈ കെഞ്ചിട്ട് ഹാ ഹൂ ഹീ ഹയ്യുൻ ഹാ ഹൂ ഹീ ഹയ്യുൻ അല്ലാഹ് 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 ചൊല്ലുമ്പോൾ ഇദാ ദുഖിറല്ലാഹ് വജിലത് ഖുലൂബുഹും അങ്ങനെ മനസ്സ് പേടിച്ചിട്ട് പറക്കണം അല്ലാഹ് ചൊല്ലുമ്പോൾ വിറക്കടാ മനസ്സിൽ എന്തെങ്കിലും പേടി പണ്ട അല്ലാഹ് അല്ലാഹ് വർക്ക നിപ്പായിട്ട് അങ്ങനെ പത്തിലെടുത്തോണ്ട് പോയി രത്തു പോവാ റാത്തീബ് എടുക്കുമ്പോ നിങ്ങളെ ചെറുപ്പക്കാർ ഒരു കൂട്ടം പണ്ടേണ്ടുണ്ട് സാധാരണ ഇവിടെ റാത്തീബ് പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കട് ഓൻ പള്ളിക്ക് പണ്ടേ പോകുന്നുണ്ടാ യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബ്ഹാൻ പള്ളിയിൽ ദിക്ർ ഈ ബാലക്കാര പറമ്പത്ത് നല്ല ജമ്മുടെ തടിയല്ലേ ബർബ് ചൊന്ന വേണ്ടെന്നിരുന്നുണ്ടാ യാ എട്ടാൽ യാ പത്താൽ തല്ലല്ലാതെ കുത്തല്ലാതെ പോല എറിച്ചിരെ പൂല് കുറഞ്ഞെങ്കിൽ പ്രസിഡന്റ് തലക്കിടോണ്ട് പോലെ ഇണ്ടിപ്പോ ചർച്ച എന്തിരെ കമ്മിറ്റി കൂടിയിട്ട് സ്വാഗത സംഘങ്ങളാക്കിയിട്ട് റാത്തീബുടെ സ്വാഗത സംഘം അതിലെ കമ്മിറ്റിയിൽ ചർച്ച എന്തിരെ ദിക്ർ എത്ര കെടുക്കണോ എത്ര സലാത്ത് ചെല്ലണോ ദിക്ർ 100 പോണെന്ന് എടുക്കണേമാ അല്ല 112 എടുക്കണമോ തുന്നി ಯಾರ എടുക്കണേമാ അല്ല കൊറടി എടുക്കണേമാ ಅಂತ್ಲ ചർച്ച അല്ല അല്ലല്ല ഇത്ര ആള് കൂടുമ്പോ ക്വിന്റൽ എത്ര കാണേക ക്വിന്റൽ എർച്ചിരെ ക്വിന്റൽ എത്ര കഴിഞ്ഞ കുരി 2 ക്വിന്റൽ ആക്കിയിട്ട് ഗലാಟೆ ಈ ಕುರಿತಲ್ಲಿ ಯಾರು ಹಾಕಂಗೆ ಅವಳ 3 ಕ್ವಿಂಟಲ್ ಹಾಕುವಲ್ಲ ಅಲ್ಲ ರಾತೀಬು ಉಸ್ತಾದ್ರು ಚೊಲ್ವ ತಾಯತ್ತರದಲ್ಲಿ ಕೊರಡಿ ಹಾಕುವ കഴിഞ്ഞ റാത്തീബുലോ ഓണൊന്നും ചെന്നു ഈ കുരി ഒരു 6 ആക്കുക റാത്തീബ് കുറഞ്ഞിട്ട്
ഇറച്ചിയാറായിട്ട് തിന്നൊക്കെ വേണ്ടല്ല തിന്നണു, ഭക്ഷണം ഉണ്ടാക്കണു. അള്ളാഹുവിന്റെ റസൂല് മുത്ത് മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദിനെ പറ്റി മഹാന്മാർ വിവരിച്ചത് എങ്ങനെ ഉണ്ട്? ഒരു മൗലിദാക്കുമ്പോ ആൾക്കാരെ കൂട്ടണു. ആൾക്കാർ യാറെ പറഞ്ഞു ഔത്തുല് മൗലിദാക്കിടങ്ങും പള്ളിയിൽ മൗലിദാക്കിടങ്ങും ആള് യാറെ കൂടണു. ഞങ്ങാക്കിടെങ്ങനെ ഉസ്താദ് സുബേക്ക് പുരുഷത്തുണ്ടല്ലേ നിങ്ങൾക്ക് നിസ്കരിച്ചിട്ട് ഓതിട്ട് പോറാവോ ചോറ് ഉച്ചക്ക് ചോറ് സുബേക്ക് മോളും 6 ഉസ്താദും ഒരിക്കൽ കൂടിയിട്ട് ഓതിരി ഓണും തയ്ക്കല്ലേ. ഓണം ഉസ്താദോട് ചെല്ലു ഉസ്താദ് നക്കിന്നലെ തീരെ ബച്ചിര ഉസ്താദ് നടുനൊമ്പല ഉസ്താദ് നാട്ടിൽ ഉൾക്കത്തിൽ വറങ്ങടെ നിങ്ങൾ ഓതറാവല്ലേ ഓണു സംക്കട്ട യാറാവുക നടുനൊമ്പല കൊറടിയാവുക ഔത്രവണ് പോലും മോളുത് തയ്ക്കല്ല. പിന്നല്ലേ ആ ഉസ്താദുമാര് പാവ എന്തിനാക്കിടി അങ്ങ് സ്വരമേ അതല്ലേ. ഇപ്പത്തെ മനുഷ്യന്മാർ ചൊല്ലവനല്ല അത് പൈസാക്കോ ആക്കിയ മോളുതളവാൻ. അത് ഉസ്താദുമാർക്ക് പൈസാക്കോ ആക്കിയില്ലേ. ഉസ്താദുമാർ പൈസാക്കോ മൗലൂദ് ഓതന അങ്ങോട്ട് ഗൊന്തില്ല തെരവിസ ನೀವು ഗൊന്തില്ല. ഇണ്ട് ഉസ്താദന്മാരിലുള്ള കാറ് ഉസ്താദിലോട്ടുള്ള മൊബൈല് 25 വർഷം ഗൾഫ് പോയിട്ട് കൊണ്ട് കയ്യിലില്ല. എന്താ അള്ളാഹു കൊടുത്ത ഒരു ബർക്കത്ത്. നിങ്ങൾ കൊടുക്കുന്ന സമ്പളത്തിലല്ല നിങ്ങൾ കൊടുക്കുന്ന മത്തി കൊണ്ടുപോകും അയ്യാവല സമ്പളം. പിന്നെ അഞ്ചൽ കൊണ്ടുപോകണ്ടി നിങ്ങൾ നല്ല അഞ്ചൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഔത്ത് സ്വത്ത് പണ്ടവർക്ക് സമ്പളത്തര 700 800 1,300. അതെപ്പ 10 ಗಂಟೆ ಬಂದು 5 ಗಂಟೆ ഒരു പെറവ് പണ്ടാവും. അവനക്ക് അതിനിടയ്ക്ക് ചായ വേണം, അതിനിടയ്ക്ക് റസ്ക് വേണം, അതിനിടയ്ക്ക് ഉച്ചക്ക് ചോറ് വേണം, കോഴി പൊരിച്ചത് വേണം. എല്ലാം കൊടുത്തിട്ട് 700 ശമ്പളം. ഞങ്ങളെ ഉസ്താദ് 24 ಗಂಟೆ ചവകാത്തവരെ കാത്ത പള്ളിയിൽ. അള്ളാഹു കാക്കട്ടെ, പഠിച്ചവൻ കാക്കട്ടെ, ചവകാക്കല്ല നല്ല സ്വലാക്കട്ടെ. ഏതാണ് ചൊല്ലു ഉദാഹരണം ചൊല്ലു. ഞങ്ങളെ ഉസ്താദ് 24 ಗಂಟೆ പള്ളിയിൽ 1 ಗಂಟೆ കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഉസ്താദ് എവിടെ പോയിട്ടില്ല ബാബ. പ്രസിഡന്റ് വന്ന് കേക്കടി, സെക്രട്ടറി വന്ന് കേക്കടി, ഖജാഞ്ചി വന്ന് കേക്കടി. പള്ളിക്ക് വരാത്ത ഹംക്ക് കേക്കടി, പള്ളിക്ക് വരാത്തവൺ കേക്കടി ഒന്നോളൂ. അതെന്താ ഇന്നലെ ഉസ്താദ് ബാങ്ക് കൊടുക്കുന്നത് ലേറ്റായില്ലേ 1 മിനിറ്റ്. ആറ് അവൻ പള്ളി പത്തിട്ടിക്കലേ. അള്ളാഹു കാക്കട്ടെ. നിങ്ങളെ പറ്റി നിങ്ങളെ പേടി അവിടെ ആക്കിയില്ലെങ്കിൽ അള്ളാഹു കാക്കട്ടെ. അല്ല ആക്കിയാൽ ചൊല്ലണല്ലോ പേടി എന്ത് പഠിച്ച റബ്ബ് കാക്കുമാറാകാം. ആ ചൊന്നുകൊണ്ടത് ഗൗരവത്തോടെ മനസ്സിലാക്കണോ. മഅറൂഫുൽ ഖൽഖ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചൊല്ലു പോലെ ഒരു മൗലൂദാക്കുമ്പോ ഒരു റാത്തീബാക്കുമ്പോ നിന്റെ ഔത്തുലാവട്ടെ പള്ളിയിലാവട്ടെ വജമാ ഇഖ്വാന വഹയ്യ തുആമ വഔഖദ സിറാജ വഅഹ്ലാ മകാന. ഒരു മൗലൂദാക്കുമ്പോ ആ മൗലൂദിന്റെ മജ്ലിസ് നല്ല ചന്തത്തെ മജ്ലിസാണ്. ഗമഗമാണ് മജ്ലിസ്. ഇത് പറമ്പോ ഉസ്താദ് പറമ്പത്തുള്ള പായ അപ്പുറം വലിക്കലേ അതിനെ തൂരിട്ടിക്കോ മുത്തർ വിത്തിട്ടിക്കോ എല്ലാം ഉസ്താദ് പോകുമ്പോ ടി വിയിലെല്ലാം ബന്ധാക്കി വെച്ച. ഇതിക്ക് മുന്നേ ടി വി നോക്കിയിട്ടേ ഇല്ല അണ്ട് ബുർക്കയിട്ടേ ടി വിക്ക് ബുർക്കയിട്ട. അള്ളാഹു കാക്കട്ടെ. ഉസ്താദ് നോക്കോ ഹറാം, നിങ്ങൾക്ക് ഹലാൽ. പഠിച്ച റബ്ബ് കാക്കുമാരാകട്ടെ. ഉസ്താദ് വേണ്ടി ടി വിക്ക് ബുർക്കയിട്ട. അങ്ങനല്ല വേണ്ടത്. ഒരു മജ്ലിസ് ചെന്നെങ്കിൽ റസൂലുള്ളാഹിന്റെ മജ്ലിസ്, മൗലിദിന്റെ മജ്ലിസ്, സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസ് നോക്കണുണ്ടായെങ്കിൽ മദീന മുനവ്വറയിൽ കിടക്കണ നിങ്ങളുടെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ റസൂൽ ഞങ്ങളെ മജ്ലിസ് നോക്കണുണ്ടായെങ്കിൽ ഞങ്ങളെ മജ്ലിസ് അത്ര ചന്തത്തെ മജ്ലിസ് ആവണോ. അത് കാക്കട ചോറ് നല്ല ചോറാവണോ, അതൊക്കെ നല്ല ലൈറ്റിംഗ് വേണോ, ഡെക്കറേഷൻ വേണോ, നല്ല ചന്താവണോ മജ്ലിസ്. എന്നിട്ട് മോനെ അങ്ങനെ നല്ലൊരു മജ്ലിസ് ആക്കിയിട്ട് ആൾക്കാരെ കൂട്ടിയിട്ട് നിന്റെ ഔത്തുൽ സ്വലാത്ത് ചൊന്നേണ്ടായെങ്കിൽ ആ മൗലിദിന്റെ മജ്ലിസ് ചന്താക്കേണ്ടായെങ്കിൽ നിക്ക് കിട്ടുന്ന പ്രതിഫലം എന്തിനെ ಗೊತ್ತುಂಟಾ? അശറഹുല്ലാഹു തആല മഅൻ നബിയീന വസ്സുദ്ദീഖീൻ. അവന്റെ നാളെ മഹ്ശറിൽ അമ്പിയാക്കളൊട്ടിಗೆ ശുഹദാക്കളൊട്ടിಗೆ സ്വർഗ്ഗത്തിൽ കിട്ടും. മഹാനായ മഅറൂഫുൽ ഖൽഖ് തങ്ങൾ ചൊല്ലു. അല്ലാഹു തആല ആ കൂട്ടത്തിലാക്കി തരട്ടെ. നിങ്ങൾ ബേർച്ചു പോണ്ട. ഞങ്ങളെ നോക്കൽ അൽഹംദുലില്ലാ നല്ല മജ്ലിസ്, ചന്തത്തെ മജ്ലിസിന്റെ റാത്തീബിലെ മജ്ലിസ്.
മഗ്രിബുകു ഞങ്ങൾ മൊയ്തീൻ ഷേഖ് നാ ബർമത്തുകു അല്ലാ അല്ലാ അല്ലാണ്ട് ചൊന്നു ഇന്നാർ എല്ലാവരും ചൊന്നു ഇന്നാർ സുബ്ഹാനല്ലാഹ് അല്ലാണ്ട് ചൊല്ലുമ്പോൾ ആ ഉസ്താദ് ചൊന്തറുമ്പോൾ നിങ്ങളെ മനസ്സെല്ലാം അല്ലാഹുവിനോട് ലയിച്ചോണ്ടിരുത്ത് അല്ലാഹുവിനോട് കളിച്ചോണ്ടിരുത്ത് നിങ്ങളെ മനസ്സ് അല്ലാഹ് അല്ലാഹ് അങ്ങനെ വേണം. ഒരു ദിക്ർ ചൊല്ലുമ്പോൾ ആ ദിക്ർ നിങ്ങളെ മനസ്സിൽ പതിയണം. അല്ലാണ്ട് ദിക്ർ ചെന്നിട്ട് കാര്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുമ്പോൾ ആ ദിക്ർ നിങ്ങളെ മനസ്സിൽ പതിയും. അതിന്റെ അർത്ഥം കൂടി നിങ്ങളെ മനസ്സിൽ വേണം. അതിന് അർത്ഥം കൂടി നിങ്ങളെ മനസ്സിൽ വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു അർത്ഥം എന്തിന്? ഇബാദത്തെടുക്കൂ തറപ്പെട്ടവണ് അല്ലാഹു അല്ലാണ്ട് വേറെ ഇലാഹില്ല. അല്ലാഹു ഒരുത്തനെ, അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ പോലെ അകത്തിൽ ഒരാളുമില്ല. മൊയ്തീൻ ഷേഖ് അല്ലാമാ, മൊയ്തീൻ ഷേഖ് അല്ലാമാ, അജ്മീർ ഷേഖ് അല്ലാമാ, അജ്മീർ ഷേഖ് ആവട്ടെ, മൊയ്തീൻ ഷേഖ് ആവട്ടെ, റിഫായി ഷേഖ് ആവട്ടെ, ലോകത്തിലുള്ള താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, നൂറുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ജബ്ബാർ ഉസ്താദ് ആവട്ടെ, ഏത് മഹാന്മാരാവട്ടെ, അങ്ങ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മാത്രല്ല മാറ് അങ്ങനെ മുട്ട പോയിട്ട് സുജൂദ് ചെയ്യൽ ഹറാം. അജ്മീർ ഷേഖിന്റെ മുട്ട പോയിട്ട് നിങ്ങൾ സുജൂദ് ചെയ്യും. वो हराम है, सुजूद मना है, इस्लाम में पसंद नहीं है. और औलिया ने मुट्टा പോയിട്ട് സുജൂദ് ചെയ്യലാണ്. തലകനെ വെക്കില്ലേ പാടില്ല, തവാഫ് പാടില്ല, ചുറ്റിങ്ങനെ വേണ്ടതും പാടില്ല. പിന്നെ എന്തിനു ഞങ്ങൾ ഔലിയാക്കന്മാരെ മുട്ട എന്തിക്ക് പോണ്ടേ? അജ്മീർ ഷേഖിനെ മുട്ട പോകണമെങ്കിൽ അവന്റെ മനസ്സ് അങ്ങനത്തെ മനസ്സാണ് വന്നിട്ടുണ്ട്. വട്ടരാശി പോയിട്ട് ഒരു പ്രയോജനമല്ല. അജ്മീർ ടൂറും മുത്തുപേട്ടയുടെ ടൂറു യാ റബ്ബേ എല്ലാ പോണ്ടിമാണ് പെണ്ണ് ചെറിയ ബലി എല്ലാം 10 ബസ് 10 പോയാറ്. ആ ടൂർ ഈ ടൂർ പോണ്ടല്ല പോണു. ആ പോകുമ്പത്ത് നിന്റെ മനസ്സ് നല്ല ക്ലിയർ വേണം. അജ്മീർ ഷേഖ് സുൽത്താൻ അൽ ഹിന്ദ്, ഇന്ത്യത്തെ രാജാവ്, ചില്ലറ ആളല്ല, ഇന്ത്യത്തെ രാജാവ്, അതാവുർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിനെ കൊടുതി അല്ലാഹുവിന്റെ റസൂൽ കടത്തിയ മഹാനായിട്ട് ഈ ദീന പ്രചാരാക്കുക. എവിടെ ആരെ? ബഹുമാനപ്പെട്ട അജ്മീർ ഷേഖിനെ അല്ലാഹു കൊടുത്ത വലിയൊരു സമ്പത്ത്. ആ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത സമ്പത്ത് അതാ ആ അജ്മീർ ഷേഖിനെ മുട്ട നിങ്ങൾ പോകുമ്പോ അങ്ങ് ആ ഷേഖ് നിങ്ങളുടെ മുഖത്ത് നിങ്ങളെ മനസ്സിൽ നോക്കുന്നു. എങ്ങനെ ആളെങ്ങനെ ഉമ്മ കടിച്ചവണാ, അപ്പ കടിച്ചവണാ, ജമാത്തിൽ കളക്കി വന്നിരമാ, ജമാത്തിൽ ഫിത്തിനാക്കി വന്നിരമാ, എളോൺ മൂത്തോണ് സമുള്ളാറാ, പിന്നെ ചോട്ടിയിട്ട് വന്നിരമാ, ഇതെല്ലാം മഹാൻ നോക്കും. ആ നോക്കിയിട്ടായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിലെവിടെ അല്ലാണ്ട് അജ്മീർ 100 വട്ടം പോയ ഉസ്താദ് ഒരു പ്രയോജനവും ഇല്ല. പ്രയോജനം ഇക്വല ഉമ്മ കടിച്ചിട്ട് പോയെങ്കിൽ, അപ്പ കടിച്ചിട്ട് പോയെങ്കിൽ, പെഞ്ഞായിക്ക് ചവിട്ടിയിട്ട് പോയെങ്കിൽ, മക്കളെ ദൂരത്താക്കി പോയെങ്കിൽ, ജമാഅത്തിൽ കലക്കിയിട്ട് പോയെങ്കിൽ, മൊയിലാരെ പറഞ്ഞിട്ട് തങ്ങളെ പറഞ്ഞിട്ട് അജ്മീർ ഷേഖിനെ മുട്ട വേണ്ടി. അജ്മീർ ഷേഖ് നോക്കുക നോക്കലേ അല്ലാഹു തആല കാക്കട്ടെ.